ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി ആണ് നമ്മളെ വീഡിയോയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൈന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണല്ലോ സൗദി അറേബ്യ എന്ന് പറയുന്നത്. അപ്പോൾ സൗദി അറേബ്യക്ക് ചൈനയുടെ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഒരുമിച്ചുണ്ടാക്കിയ ഒരു സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഉണ്ട്, ഫൈറ്റർ എയർക്രാഫ്റ്റ് J-35 എന്ന് പറയും. അപ്പോൾ അത് വിൽക്കാൻ വേണ്ടി സൗദി അറേബ്യയുടെ അടുത്ത് ചെന്നു. പക്ഷേ സൗദി അറേബ്യ ഓഫർ വളരെ സൗഹൃദപരമായിട്ട് തന്നെ നിരസിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പോൾ ബിഗ് ജോൾ ടു ചൈന, വലിയൊരു തിരിച്ചടിയാണ് ചൈനയ്ക്ക് എന്നുള്ളതാണ് റിപ്പോർട്ട് പറയുന്നത്. അതായത് മിഡിൽ ഈസ്റ്റിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും പ്രധാനപ്പെട്ട, ഇപ്പം നമുക്കറിയാം അമേരിക്കൻ ഓർബിറ്റിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ സ്വാധീനത്തിലുള്ള രാജ്യങ്ങളാണ് സൗദി അറേബ്യ, UAE, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്. ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് സൗഹൃദം പങ്കിടുകയും അതുപോലെ തന്നെ ഈ രാജ്യങ്ങളിലേക്ക് തന്നെ സെക്യൂരിറ്റി ഇപ്പോൾ ശരിക്കും അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ, ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അതിനകത്തുള്ളൊരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ശ്രമത്തിൽ ചൈന അങ്ങോട്ട് ചെന്നതാണ്. പക്ഷേ ആ പണി നടന്നില്ല. സൗദി അറേബ്യ ഓഫർ നിരസിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പം ചൈനയെ സംബന്ധിച്ച് ഷീ ജിൻ പിങ്ങിനെ സംബന്ധിച്ച് അവരുടെ മിഡിൽ ഈസ്റ്റ് സ്ട്രാറ്റജിയിലെ ഏറ്റവും വളരെ നിർണായകമായിട്ടുള്ളൊരു തിരിച്ചടിയാണ്. കാരണം സൗദി പോലുള്ളൊരു പ്രധാനപ്പെട്ട രാജ്യത്തിന് ചൈനയുടെ മിലിറ്ററി ഹാർഡ്വെയറുകൾ വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, മിലിറ്ററി ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള മിലിറ്ററി ഹാർഡ്വെയർസ് ആണല്ലോ ഫൈറ്റർ എയർക്രാഫ്റ്റും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റും അതുപോലുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ അത് വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മറ്റു രാജ്യങ്ങളെ തീർച്ചയായിട്ടും സ്വാധീനിക്കാനും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലേക്കും ഈ പറഞ്ഞ ഒരു വ്യാപാരം വ്യാപിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളൊരു നിർണായകമായിട്ടുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈന സൗദി അറേബ്യയെ സമീപിച്ചതും. പക്ഷേ ആ തീരുമാനം അല്ലെങ്കിൽ ആ ഓഫർ സൗദി അറേബ്യ നിരസിച്ചു എന്നുള്ളൊരു വാർത്ത നമുക്കറിയാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അമേരിക്ക, ബ്രിട്ടൻ മുതലായ രാജ്യങ്ങളാണ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം തന്നെ ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയാലും അല്ലെങ്കിൽ അതുപോലെ വളരെ ടെക്നോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിലിറ്ററി ആർമമെൻറ്റ്സ് എല്ലാം നൽകുന്നു. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് മിഡിൽ ഈസ്റ്റിലെ വലിയൊരു ഈ രാജ്യങ്ങളുടെ ആംസ് സെല്ലർ ആകാം എന്നുള്ളൊരു ഉദ്ദേശത്തോട് ചൈന ചെന്നതാണ്. പക്ഷെ അതിന് വലിയൊരു തിരിച്ചടി നേരിട്ടു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ചൈനയ്ക്ക് ഇത് വിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക മുതലായിട്ടുള്ള രാജ്യങ്ങളുടെ വലിയൊരു ലക്ഷ്യം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക്, അതായത് ചൈനയ്ക്ക് ഇതുപോലുള്ള പ്രധാനപ്പെട്ട ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് സൗദി അറേബ്യക്ക് വിൽക്കാൻ സാധിച്ചിരുന്നെങ്കിൽ മറ്റു രാജ്യങ്ങൾ ഖത്തർ, UAE അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ പിന്നാലെ ഈ പറഞ്ഞ ഒരു പ്രവണത അല്ലെങ്കിൽ ട്രെൻഡ് അല്ലെങ്കിൽ അവരും മേടിക്കുവാൻ ഇതിന് താല്പര്യം പ്രകടിപ്പിക്കുകയും അപ്പോൾ അതുമൂലം വലിയൊരു തിരിച്ചടി അമേരിക്കയ്ക്കും അതുപോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സൗദി അറേബ്യ ഓൾറെഡി ഈ G20 സമ്മിറ്റ് ഇന്ത്യയിൽ നടന്ന സമയത്ത് ജപ്പാൻ, അതുപോലെ തന്നെ ഇറ്റലി, UK ഈ 3 രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തിനാണ് 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി. അപ്പോൾ ഈ പൊതുവെ ഇതെല്ലാം ഒരു കൺസോഷ്യമായിട്ടാണ് സാധാരണ ലോകത്തിലുള്ളതും ചെയ്യുന്നത്. ഇപ്പം ചില കമ്പനികളല്ല, ഒട്ടുമിക്ക എല്ലാ കമ്പനികളും അല്ലെങ്കിൽ ഒട്ടുമിക്ക ഇപ്പം നമ്മൾ കേൾക്കുന്ന മിലിറ്ററി ആർമമെൻറ്റ്സ്, ഇപ്പോൾ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ ആയാലും ബോമേഴ്സിൻ്റെ ആയാലും അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റിൻ്റെ ഒക്കെ ആയാലും തന്നെ ഇത് ഒരു കമ്പനി മാത്രമായിരിക്കത്തില്ല, ഒരു കൺസോഷ്യമായിട്ടായിരിക്കും മിക്കവാറും ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നതെന്ന് പറയാനുള്ള. അപ്പോൾ F-35 കാര്യം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ F-35 അതൊരു കൺസോഷ്യമാണ്, പല രാജ്യങ്ങളും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇറ്റലി, ജപ്പാൻ, അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ ഈ 3 രാജ്യങ്ങളുമായിട്ട് സൗദി ചർച്ച നടത്തിയുണ്ട് 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളൊരു കൺസോഷ്യം രൂപീകരിക്കുന്നതിനുണ്ട്. അപ്പോൾ അതിനകത്തിൽ ആ ചർച്ചകളൊക്കെ വളരെ അഡ്വാൻസ്ഡായിട്ട് മുമ്പോട്ട് പോവുകയും ഏകദേശം ഈ വർഷത്തിൻ്റെ അവസാനത്തോടുകൂടി അതിന് വേണ്ടിയുള്ളൊരു ഡീല് ഈ രാജ്യങ്ങൾ തമ്മിൽ കരാറിൽ ഒപ്പിടും ഉള്ള സാധ്യത ഉണ്ടെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു അവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ചൈന ഈ പറഞ്ഞ
ചൈനയുടെ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റുമായിട്ട് സൗദി അറേബ്യ സമീപിക്കുന്നത്. അതുതന്നെയല്ല, അമേരിക്കയെ എന്തായാലും പിന്തള്ളിയിട്ട് അല്ലെങ്കിൽ അമേരിക്കയെ സൈഡ് ലൈൻ ചെയ്തിട്ട് സൗദി ഇങ്ങനെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള, ഇപ്പോൾ ഒരു രാജ്യം ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിക്കുക എന്നുള്ളത് ഏത് രാജ്യമായാലും ശരി, ഏത് രാജ്യത്തിൽ നിന്നായാലും ശരി, അത് വളരെ ആ രാജ്യത്തെ സംബന്ധിച്ച് വളരെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ രാജ്യം എപ്പോഴും കണക്കിലെടുക്കുന്നത് ആ രാജ്യത്തിന് പിന്നെ ഇതുപോലുള്ള മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുടെ നിലപാടുകളും അവസ്ഥകളും ഒക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ തീർച്ചയായിട്ടും അങ്ങനൊരു തീരുമാനം. ഇപ്പം ചെറിയ ചെറിയ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ മിലിറ്ററി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്, വലിയ തന്ത്രപ്രധാനമല്ലാത്ത. അപ്പോൾ അതൊക്കെ ഏത് രാജ്യത്തു നിന്നും വേണമെങ്കിൽ ഏത് രാജ്യത്ത് നിന്നും മേടിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഇതുപോലെ തന്ത്രപ്രധാനമായിട്ടുള്ള, ഉദാഹരണത്തിന് പട്ടാളക്കാരുടെ യൂണിഫോം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെ ബൂട്ട്സ്, അല്ലെങ്കിൽ ബെൽറ്റ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഒത്തിരി സപ്ലൈസ്. തന്ത്രപ്രധാനമല്ലാത്ത ഈ മിലിറ്ററി ഗാഡ്ജറ്റ്സ് എന്ന് പറയാൻ പറ്റില്ല, മിലിറ്ററി പ്രോഡക്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ട്. ഈ വെപ്പൺ സൈഡ് വരുന്നതല്ല, പിന്നെ നോൺ വെപ്പൺ സൈഡിലൊക്കെ വരുന്ന ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഏത് രാജ്യത്തു നിന്നും ഏത് രാജ്യത്തിനും വേണമെങ്കിൽ മേടിക്കാം നമുക്ക് വേണമെങ്കിൽ. പക്ഷേ തന്ത്രപ്രധാനമായിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് ആയാലും, അല്ലെങ്കിൽ സബ്മറൈൻസ് ആയാലും, ഷിപ്പായാലും, ഗൺസ്, പിന്നെ ടാങ്ക്സ്, മിസൈൽസ്, ഇല്ലേ? അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഒരു രാജ്യത്തിനും ആ രാജ്യത്തിൻ്റെ വളരെ പെട്ടെന്ന് തന്നെ അവർക്കൊരു തീരുമാനമെടുക്കാൻ കഴിയത്തില്ല. ആ രാജ്യത്തിന് പല കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും, ഏത് രാജ്യത്തിനായാലും ശരി. ഇപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ച് അമേരിക്കയായിട്ടുള്ള ശക്തമായിട്ടുള്ള സെക്യൂരിറ്റി റിലേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അമേരിക്കയിൽ നിന്ന് ഇങ്ങനൊരു പിന്നെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു മിലിറ്ററി ആയുധം വാങ്ങിക്കുക എന്നുള്ളത് സൗദി അറേബ്യക്ക് ഇപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സൗദി അറേബ്യ ആ ഒരു ഓഫർ നിരസിച്ചു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് ചൈനയെ സംബന്ധിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഡോമിനൻസിനെ ഒന്ന് തുരങ്കം വയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ്. കാരണം എങ്ങനെയാലും ഈ ഡീൽ ഒപ്പിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റ് സൗദി അറേബ്യയുടെ ലീഡർഷിപ്പിലുള്ള ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ, അതെപ്പോഴും അങ്ങനെയാണ് ലോകത്ത് നമുക്ക് ഒരു ഡോമിനോ എഫക്റ്റ് ഉണ്ടാവില്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ലോ. അതായത് ഡോമിനോ എഫക്റ്റ് എന്നല്ല പറയുന്നത്, ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു രാജ്യം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് പിന്നെ പോകുന്ന കുറേ രാജ്യങ്ങളിൽ എപ്പോഴും ഇവിടെ ഉണ്ടായിരിക്കും, അതിനൊരു മാതൃകയായിട്ട്. അപ്പം സൗദി അറേബ്യ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ എസ്പെഷ്യലി സുന്നി സെക്ടറിൽ നോക്കുമ്പോൾ പവർഫുൾ ആയിട്ടുള്ള രാജ്യമായതുകൊണ്ട്, അപ്പോൾ സൗദി അറേബ്യ ഇങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ മറ്റു രാജ്യങ്ങൾ തന്നെ, UAE ആയാലും ശരി, പിന്നെ ബഹ്റിൻ, ഖത്തർ, അല്ലെങ്കിൽ കുവൈറ്റ്, ഈ ഇതുപോലുള്ള പല രാജ്യങ്ങൾക്കും ഒരുപക്ഷെ ഈ ഒരു പ്രവണതയ്ക്ക് വഴങ്ങേണ്ടി വരുമായിരിക്കും. അപ്പം ചൈനയുടെ ഉദ്ദേശം അത് തന്നെയാണ്. സൗദിയെ സമീപിച്ചത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ചെറിയ രാജ്യത്തെ സമീപിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഖത്തർ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ല. ഇപ്പം ഖത്തറാണ് ചൈനയിൽ നിന്ന് ഈ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിക്കാൻ പോകുന്നതെങ്കിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകത്തില്ല. പരസ്പരം സൗദി അറേബ്യ പോലൊരു രാജ്യം, അല്ലെങ്കിൽ ഈവൻ UAE പോലൊരു രാജ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതീക്ഷയിലാണ് ചൈന സൗദി അറേബ്യയെ സമീപിച്ചെന്ന് പറഞ്ഞത്. അപ്പം ഇപ്പോൾ ചൈനയിൽ നിന്ന് ഈ പറഞ്ഞ J-35 മേടിക്കുന്ന പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ. കാരണം പാകിസ്ഥാൻ അത് മേടിച്ചേ വരത്തുള്ളൂ. പാകിസ്ഥാൻ അതുപോലെ ചൈനയുടെ മുമ്പിൽ അല്ലെങ്കിൽ ചൈനയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടായാലും ശരി, ഇക്കണോമിക്കലി ആയാലും ശരി, മറ്റേ തന്ത്ര സെക്യൂരിറ്റി വൈസ് ആയാലും ശരി, അല്ലെങ്കിൽ പ്രതിരോധപരമായാലും ശരി, ചൈനയുടെ ഒരു കോളനിയായിട്ട് പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും പാകിസ്ഥാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും, നമുക്കറിയാം പാകിസ്ഥാൻ്റെ മിലിറ്ററി പർച്ചേസിലെ 80% ചൈനയിൽ നിന്നാണെന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ J-35 മേടിക്കുന്നത്. അപ്പോൾ ഇനി ചൈനയുടെ ഈ പിന്നെ ഡിഫൻസ് എക്യുപ്മെൻസിനെ കുറിച്ച് ലോകത്ത് പൊതുവേ നിലനിൽക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. അവർ വളരെ കൊട്ടിക്കോഴിച്ച് നടക്കുന്നുണ്ടെങ്കിലും ലോക രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് നമ്മൾ കണക്കിലെടുക്കുന്നത്. ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ കുഴപ്പമില്ല. ഇപ്പോൾ സൊമാലിയ ചൈനയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നൈജീരിയ മേടിച്ചാലോ, അല്ലെങ്കിൽ ഈവൻ മാലിദ്വീപ് മേടിച്ചാലോ അതൊന്നും വിഷയമില്ല. അതേസമയം പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യ, റഷ്യ, ചൈന, പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഇറാൻ, അല്ലെങ്കിൽ ഇതുപോലുള്ള രാജ്യങ്ങൾ, മുൻനിരയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ
ഇതുപോലുള്ള ഡിഫൻസ് പർച്ചേസ് നടത്തുമ്പോൾ, ചൈനയിൽ നിന്ന് ഡിഫൻസ് പർച്ചേസ് നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയായിരിക്കും. അപ്പം ലോക രാജ്യങ്ങളിൽ ജിയോ പൊളിറ്റിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പാകിസ്ഥാൻ മാത്രമേ ഇപ്പം ഈ പറഞ്ഞ J-35 ചൈനയിൽ നിന്ന് മേടിക്കുന്നുള്ളൂ. അത് ഏഹ്, ബെയ്ജിങ്ങിൻ്റെ അല്ലെങ്കിൽ ചൈനയുടെ സമ്മർദ്ദം എത്രത്തോളം പാകിസ്ഥാൻ്റെ മുകളിലുണ്ട് എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ റിയാദിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സൗദി അറേബ്യയെ സംബന്ധിച്ച് അങ്ങനെ പ്രഷറൊന്നുമില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ ചൈനയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾക്ക് ഈ സൗദി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതുകൊണ്ട് ചൈന ഇനി അവരുടെ മുമ്പിൽ ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും UAE, ഖത്തർ അല്ലെങ്കിൽ ബഹ്റൈൻ ഇതുപോലുള്ള രാജ്യങ്ങൾക്കും തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് വേണ്ട അല്ലെങ്കിൽ റഫ്യൂസ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളൊരു സ്റ്റാൻഡാണ് അല്ലെങ്കിൽ പ്രവണത നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പം സൗദി അറേബ്യയെ സംബന്ധിച്ച് സൗദി അറേബ്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരുടെ തീരുമാനങ്ങൾ, നേരത്തെ അമേരിക്ക, ബ്രിട്ടൻ ഇതുപോലുള്ള രാജ്യങ്ങളെ മാത്രം പൂർണ്ണമായിട്ടും ആശ്രയിച്ചായിരുന്നു അവരുടെ പ്രതിരോധപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇപ്പോഴും അങ്ങനെ തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കാരണം അവർ റഷ്യയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ആയുധങ്ങൾക്ക് വേണ്ടി. ഒന്നുകിൽ ബ്രിട്ടന് അല്ലെങ്കിൽ അമേരിക്ക അല്ലെങ്കിൽ ഈവൻ ഫ്രാൻസോ ജർമ്മനി അതുപോലുള്ള രാജ്യങ്ങളൊക്കെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ അമേരിക്കയും ബ്രിട്ടനെയാണ് സൗദി അറേബ്യയും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത്. അതുമൊക്കെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നേറ്റോയെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം അതിനുണ്ട്. അപ്പം അതിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ചൈനയുടെ മിലിറ്ററി ഹാർഡ്വെയർ പൂർണ്ണമായിട്ടും സൗദി അറേബ്യ മേടിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുമ്പ് ഞാൻ പറഞ്ഞിട്ട് വളരെ തന്ത്രപ്രധാനമല്ലാത്ത ചില മേഖലകളിലൊക്കെ സൗദി ചൈനയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ജോയിൻ്റ് ആയിട്ടുള്ള മിലിറ്ററി എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ആയുധങ്ങൾ എന്ന് പറയുന്ന യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഫൈറ്റർ ജെറ്റ്സ്, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്, ബോമർ അല്ലെങ്കിൽ പിന്നെ മിസൈൽസ് ഇതുപോലുള്ള കാര്യങ്ങളൊന്നും മേടിക്കുന്ന ഒരു തലത്തിലേക്ക് സൗദി അറേബ്യ ചൈനയിൽ നിന്ന് മേടിക്കുന്ന തലത്തിലേക്ക് ഇതുവരെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ബാക്കി വളരെ പ്രാധാന്യം അർഹിക്കാത്ത അല്ലെങ്കിൽ പ്രധാനം എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത മിലിറ്ററി പർച്ചേസുകളൊക്കെ തീർച്ചയായിട്ടും കുറേയൊക്കെ ചൈനയിൽ നിന്ന് അവർ അക്വയർ ചെയ്യുന്നുണ്ട്. അതാ നിലനിൽക്കുന്ന ഇക്കണോമിക് റിലേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻ, മിലിറ്ററി ടൈസ് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ അവരുടെ ഇതുപോലെ ആംസ് പ്രത്യേകിച്ച് ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ ഒരു റിസ്കി ആയിട്ടുള്ളൊരു ഒരു പൊസിഷനാണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ റഷ്യയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ 70% റഷ്യയെ നമ്മൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നിപ്പോൾ 30% റഷ്യയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമ്മളുടെ ഡിഫൻസ് പർച്ചേസ് ഒക്കെ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് ഇപ്പം നമ്മൾ അമേരിക്കയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഇസ്രായേലിൽ നിന്നും ഒക്കെ നമ്മൾ പ്രധാനപ്പെട്ട ഈ 4 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ റഷ്യ, അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ, ഈ 4 രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ആയുധങ്ങൾ ഇപ്പോൾ മേടിക്കുന്നത്. പലതരത്തിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള തന്നെ ബാക്കി നമ്മൾ ഒത്തിരി പർച്ചേസുകൾ ചെയ്യുന്നുണ്ടായിരിക്കും പല രാജ്യങ്ങളിൽ നിന്ന്. കാരണം നമ്മൾ ഈ പറഞ്ഞിട്ട് ഇപ്പം മിലിറ്ററി യൂണിഫോം, ബൂട്ട്സ്, ബെൽറ്റ് അല്ലെങ്കിൽ മറ്റ് ഇഷ്ടംപോലെ ആയിരക്കണക്കിന് പിന്നെ മിലിറ്ററി ഐറ്റംസ്, പ്രോഡക്ട്സ് ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ തന്ത്രപ്രധാനമല്ലാത്ത സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണല്ലോ ഈ യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകൾ, സബ്മറൈൻസ് അല്ലെങ്കിൽ റോക്കറ്റ്സ്, മിസൈൽസ്, ഡ്രോണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ എല്ലാ രാജ്യങ്ങളും അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്ന വളരെ ശ്രദ്ധിച്ചായിരിക്കും. അപ്പോൾ അത് നിലനിൽക്കുന്ന അവരുടെ രാജ്യ ജിയോ പൊളിറ്റിക്കലി ഇപ്പം നിലനിൽക്കുന്ന ഒരു റിലേഷൻസ് കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അത് തന്നെയുള്ളൂ സൗദി അറേബ്യ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്കൊരു ബെയ്ജിങ്ങുമായിട്ടുള്ള റിലേഷൻ ഉണ്ട്, മിലിറ്ററി റിലേഷൻ ഉണ്ട്. കാരണം ജോയിന്റ് എക്സസൈസും മിലിറ്ററി ഡ്രില്ലൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത് കൂടുതലും അമേരിക്കൻ സെക്യൂരിറ്റി അംബർലയാണ് അല്ലെങ്കിൽ അമേരിക്കൻ ബ്രിട്ടീഷ് സെക്യൂരിറ്റി അംബർലയാണ് സൗദി അറേബ്യയ്ക്കും അല്ലെങ്കിൽ UAEക്കും ഖത്തറിനും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും കൂടുതൽ ആയുധങ്ങൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് മാത്രം മേടിക്കാൻ ഉള്ള സാധ്യതയുള്ളൂ. അതാണ്
അത് അത് തന്നെയല്ല, കാരണം സൗദി അറേബ്യയും പാശ്ചാത്യ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തന്നെ അവർ തമ്മിലുള്ള ഒരു ലോങ് ടേം സ്ട്രാറ്റജി, അതായത് അവരുടെ സെക്യൂരിറ്റി റിലേഷൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടി സൗദി അറേബ്യയുടെ മിലിറ്ററി കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഏഹ്, അമേരിക്കയിൽ നിന്നും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും സുപ്പീരിയർ ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കോൺഫിഡൻഷ്യൽ ടോക്സും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ചൈന ഈ ഒരു ഓഫറുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനകത്തിൽ വലിയ സാധ്യത ചൈനയ്ക്ക് ഉണ്ടാകാൻ, പക്ഷേ എന്തായാലും ചൈന ഒന്ന് ശ്രമിച്ചു നോക്കിയാണ്, ഇതൊക്കെ ചൈനയ്ക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത്ര പെട്ടെന്ന് ഇതുപോലുള്ളൊരു തീരുമാനം സൗദിയെ പോലുള്ള രാജ്യത്തിനെ കൊണ്ട് എടുപ്പിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം ചൈനയ്ക്കറിയാം. പക്ഷേ ഒന്ന് ഇട്ട് നോക്കിയതാണ്, കിട്ടിയ റൂട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്നുള്ള അവസരം. ഈ J-35 കുറിച്ച് പറയുമ്പോൾ അത് പാകിസ്ഥാൻ മാത്രമേ മേടിക്കത്തുള്ളൂ എന്ന് നമുക്കറിയാം. മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ചൈനയിൽ നിന്നും മിലിറ്ററി, ഇതുപോലുള്ള പ്രധാനപ്പെട്ട മിലിറ്ററി ആയുധങ്ങൾ മേടിക്കുവാൻ വിസമ്മതിക്കുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ചീപ്പറാണ്. ചൈനയുടെ സാധനങ്ങളെല്ലാം വിലക്കുറവാണെന്നാണ് പൊതുവേ എന്നാണ്. അപ്പോൾ മിലിറ്ററി ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ പോലും വളരെ ചീപ്പറാണ് വേൾഡ് ഗ്ലോബൽ ആംസ് മാർക്കറ്റിൽ. പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ റഷ്യയുടെ ആയുധങ്ങളുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ F-35 അതുപോലെ തന്നെ F-35 ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ J-35 പേരിൽ തന്നെ ഒരു സാമ്യമുണ്ട്. J-35 സ്റ്റെൽത്ത് ഫൈറ്റർ. അപ്പോൾ അതിനകത്തിലെ ക്വാളിറ്റിയുടെയും ഒക്കെ വലിയ വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെ ചൈനയുടെ മിലിറ്ററി ഹാർഡ്വെയറിനെ അങ്ങനെ ആശ്രയിക്കാൻ സാധിക്കത്തില്ലെന്ന് പല രാജ്യങ്ങളും പിന്നെ ഒളിഞ്ഞും തൊലഞ്ഞും ഒക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പല രാജ്യങ്ങളും ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അത് സൗദി അറേബ്യയിൽ 2024 എന്ന പിന്നെ വേൾഡ് ഡിഫൻസ് ഷോയിൽ അത് വെളിവാകുകയും ചെയ്തു. കാരണം ഈ J-35 മുമ്പുള്ള ഒരു സാധനമുണ്ട്, FC-35 എന്ന് പറയുന്നത്, FC-31 എന്ന് പറയുന്നൊരു ഇതിൻ്റെ മുൻഗാമി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അവിടെ കിടന്ന് കുറേ പ്രകടനങ്ങളൊക്കെ കാണിച്ചെങ്കിലും ആരും അത് വാങ്ങിക്കാൻ തയ്യാറായില്ല. കാരണം ചെല്ലുന്ന രാജ്യങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള സ്പെസിഫിക്കേഷനും ക്രൈറ്റീരിയൊക്കെ ഉണ്ടല്ലോ. അവരുടെ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഡിഫൻസ് പർച്ചേസ് നടത്തുമ്പോൾ അവർക്ക് അതിൻ്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും ഒക്കെ അവർ പിന്നെ തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കും. അപ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ ആ ഒരു രാജ്യത്തിൻ്റെ ഈ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും ആരും വാങ്ങിക്കുവാൻ താല്പര്യം പ്രകടിപ്പിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഈ FC-31 J-35 മുൻഗാമി അവിടെ കിടന്ന് എയർ ഷോയിലൊക്കെ പങ്കെടുത്ത് ഭയങ്കര പ്രകടനമൊക്കെ കാണിച്ചെങ്കിൽ തന്നെയും പക്ഷേ ഒരു ബയറിനെയും കിട്ടിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ബയറിനെ കിട്ടാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ അതിനെ എത്രത്തോളം ആശ്രയിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ളൊരു കൃത്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഈ പറഞ്ഞ റിലയബിലിറ്റി എന്ന് വെച്ചാൽ ആശ്രയിക്കാൻ സാധിക്കുമോ ഇല്ലയോ, കാരണം പാകിസ്ഥാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ചൈനയിൽ നിന്ന്. കാരണം ഇന്ന് പാകിസ്ഥാൻ്റെ ആർമറിയിലുള്ളത് അല്ലെങ്കിൽ സ്റ്റോക്കിലുള്ള കൂടുതൽ ആയുധങ്ങളും എല്ലാ തരത്തിലും ചൈനയുടേതാണ്. അപ്പം പാകിസ്ഥാന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ടുകൾ നമുക്ക് പലയിടത്തും നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഡോക്യുമെൻ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം ഇതിനെ റിലേ ചെയ്യാൻ ആശ്രയിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള. ചൈനയുടെ ഒരു CH-4 ഡ്രോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ലിബിയയിലും അതുപോലുള്ള യമനിലും ഒക്കെ അതിൻ്റെ ഓപ്പറേഷണൽ ഫെയിലിയറൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം മോശമാണ് എന്നുള്ളതാണ് ഇതൊക്കെ വെളിവാക്കുന്നത്. അതുപോലെ തന്നെ HQ-9 എന്നുള്ള അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് അവർ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മുടെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വെസ്റ്റേൺ കോമ്പറ്റേറ്റീവ്സുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ പിന്നെ കൂടുതലും രാജ്യങ്ങൾ ഓപ്റ്റ് ചെയ്യുന്നത് പടിഞ്ഞാറൻ രാജ്യങ്ങളെ റഷ്യയിൽ തന്നെയാണ് എന്നുള്ളത്. പക്ഷേ ചൈന ഒത്തിരി ആയുധ വ്യാപാരത്തിലൊക്കെ ഒത്തിരി മുമ്പിലോട്ട് വന്നിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് എന്നാലും അമേരിക്ക മുതലുള്ള പാശ്ചാത്യ രാജ്യങ്ങളെ റഷ്യയൊക്കെ മറികടന്ന് ഉള്ളൊരു സുപ്പീരിയർ ആയിട്ടുള്ളൊരു വെപ്പണറി അല്ലെങ്കിൽ സുപ്പീരിയർ ടെക്നോളജി ഒന്നും അവർക്ക് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അതുപോലുള്ള ആയുധങ്ങളൊന്നും ലോക രാജ്യങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാനൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല. വലിയ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തന്നെ വെറും പാട്ട സാധനങ്ങളാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ UK, ജപ്പാൻ, ഇറ്റലി കൺസോർഷ്യം സൗദി അറേബ്യ ആയിട്ടുള്ള ആ ഒരു ചർച്ചകൾ വളരെയധികം പുരോഗമിക്കുന്നുണ്ട്. 6th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഇപ്പം 5th ജനറേഷനാണ് ശരിക്കും പറഞ്ഞാൽ റൺ ചെയ്യുന്നത് അല്ലേ. F-35 അമേരിക്കയുടെ കയ്യിലിരിക്കുന്ന F-35 മുതലായിട്ടുള്ള 5th ജനറേഷൻ. അപ്പോൾ 6th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റ്, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള ഒരു കൺസോർഷ്യം ഈ പറഞ്ഞ 4 രാജ്യങ്ങൾ തമ്മിൽ രൂപീകരിക്കപ്പെടുകയും
ഇന്ത്യയിൽ നടന്ന G20 സമ്മിറ്റിന് അവർ ചർച്ചകൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും സൗദി അറേബ്യ പോലുള്ള രാജ്യം അവരുടെ നാഷണൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ബ്രോഡർ വിഷൻ്റെ ഒരു ഭാഗമാണ്. വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ തന്ത്രപരമായിട്ടുള്ള അവരുടെ രാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള, അതുകൊണ്ടാണ് അവർ ഈ 3 രാജ്യങ്ങളെ കൂട്ടുപിടിച്ച കൺസോർഷ്യത്തിൽ ഏർപ്പെടുവാൻ ചൈനയെ എല്ലാവരും കൂട്ടുപിടിച്ച ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതും ചൈനയ്ക്ക് ഒരു വേക്കപ്പ് കോളാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ചൈനയെ ഒഴിവാക്കി, അല്ലെങ്കിൽ ചൈന എന്തുകൊണ്ട് ആശ്രയിക്കുന്നില്ല എന്നുള്ളത് ചൈനയെ സംബന്ധിച്ച് ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ചൈനയുടെ ഈ പറഞ്ഞ പുവർ ക്വാളിറ്റിയും റിലയബിലിറ്റി ഫാക്ടറും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ അത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ചീപ്പറായിട്ടുള്ള, പിന്നെ അതായത് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഞങ്ങൾ വില കുറച്ചാണ് തരുന്നത് എന്ന് പറയുമ്പോൾ തന്നെയും അത് അവർക്ക് മിഡിൽ ഈസ്റ്റ് പോലുള്ള മാർക്കറ്റിൽ മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങൾ, അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ മുകളിൽ ഒരു ആധിപത്യം സ്ഥാപിക്കുവാൻ, പ്രത്യേകിച്ച് മിലിറ്ററി ഈ പറഞ്ഞ സെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ, വിൽപ്പനയുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ ആയുധ വ്യാപാരങ്ങളുടെ കാര്യത്തിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ, റഷ്യയുടെ മുകളിൽ അവർക്കൊരു, റഷ്യ പൊതുവേ മിഡിൽ ഈസ്റ്റ് ഈ പറഞ്ഞ രാജ്യങ്ങളിലൊന്നും അവർക്ക് മാർക്കറ്റില്ല. റഷ്യക്ക് ഇറാൻ അല്ലെങ്കിൽ പിന്നെ സിറിയ ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ ആയിട്ടാണ് മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് നല്ല കൂടുതലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, സൗദി പോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അമേരിക്കൻ വെപ്പണറിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അമേരിക്ക, ബ്രിട്ടൻ ഇതുപോലുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ, നേറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള വെപ്പൺസിനെയാണ് ഈ രാജ്യങ്ങൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. റഷ്യൻ ആയുധങ്ങൾ വാങ്ങിക്കുന്ന രാജ്യങ്ങൾ ഇറാൻ മാത്രമേ പ്രധാനപ്പെട്ടൊരു രാജ്യമായിട്ടുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന അങ്ങനത്തെ തൽസ്ഥിതിയിൽ വെസ്റ്റേൺ രാജ്യങ്ങളുടെ മുകളിലൊരു ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വിലക്കുറച്ച് സാധനങ്ങൾ വിറ്റ് ഈ മാർക്കറ്റ് പിടിച്ചെടുക്കാമെന്നുള്ള വ്യാമോഹത്തോടുകൂടി പോയതാണ്. പക്ഷേ അതിന് ശക്തമായിട്ടുള്ളൊരു തിരിച്ചടിയാണ് ഇപ്പോൾ സൗദിയിൽ നിന്നും കിട്ടിയതെന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ചൈനയുടെ ഈ പറഞ്ഞ ഓൺ മിലിറ്ററി, പിന്നെ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ടാവും വളരെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ജിയോ പൊളിറ്റിക്കലി അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീലങ്കയോ ബംഗ്ലാദേശോ, കാരണം ബംഗ്ലാദേശും പാകിസ്ഥാനുമാണ് ഇപ്പം ചൈനയുടെ മിലിറ്ററിയെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് 2 രാജ്യങ്ങളാണ്. കാരണം ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാൻ്റെ മിലിറ്ററി മോഡേണൈസേഷൻ ഇപ്പോൾ ചൈനയുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ ചൈനയെ കൂടുതലായിട്ട് അവരുടെ മിലിറ്ററി മോഡേണൈസേഷനും അല്ലെങ്കിൽ ആംസ് പർച്ചേസിനും ഒക്കെ വേണ്ടി ആശ്രയിക്കുന്നുണ്ട്. മറ്റ് ലോക രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട ജിയോ പൊളിറ്റിക്കലി പ്രധാനപ്പെട്ട മറ്റ് രാജ്യങ്ങളൊന്നും തന്നെ ചൈനയുടെ മിലിറ്ററി ഹാർഡ്വെയറിനെ ആശ്രയിക്കുന്നില്ല, അല്ലെങ്കിൽ അത് മേടിക്കാൻ താല്പര്യം ഇതുവരെ പ്രകടിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ സൗദിയുടെ തീരുമാനം ചൈനയ്ക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ ലിസണിങ് ആൻഡ് വാച്ചിങ്.